ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 2. ഫലത്തെ നോക്കുക. അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. ഒരു ജനപ്രിയ റിയാലിറ്റി ഷോയിൽ 4 സെലിബ്രിറ്റി ജഡ്ജിമാരുടെ ഒരു പാനൽ ഒരേ വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്ന 3 പേരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. തീർച്ചയായും 2 പേർ തട്ടിപ്പുകാരാണ്. എന്നാൽ യഥാർത്ഥ വ്യക്തിയെ തിരിച്ചറിയേണ്ടത് പാനലാണ്. ഒരു എപ്പിസോഡിൽ റുഡോൾഫ് ദി റെയിൻഡിയർ എന്ന ജനപ്രിയ ക്രിസ്മസ് ഗാനത്തിൻ്റെ വരികൾ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചുകൊണ്ട് യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്താൻ സെലിബ്രിറ്റികൾ ശ്രമിച്ചു. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ശരിയായ വ്യക്തി ആരാണെന്ന് കണ്ടെത്തുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് സെലിബ്രിറ്റികൾ മനസ്സിലാക്കി. തട്ടിപ്പുകാർ സത്യത്തെ കബളിപ്പിച്ചു. അതായിരുന്നു ടെലിവിഷൻ ഷോയെ വിനോദോപാധിയാക്കിയത്. ദുരുപദേശക്കാരുടെ കാര്യത്തിൽ അവർ ആരാണെന്ന് വിവേചിച്ചറിയുന്നത് ടെലിവിഷൻ ഷോകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എങ്കിലും അത് അതുപോലെ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ അനന്തമായ നിലയിൽ കൂടുതൽ പ്രാധാന്യമുള്ളതുമാണ്. കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ പലപ്പോഴും ആടുകളുടെ വേഷം ധരിച്ച് നമ്മുടെ അടുക്കൽ വരുന്നു. നമ്മുടെ ഇടയിലെ ജ്ഞാനികൾ പോലും സൂക്ഷിക്കണമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. മികച്ച പരിശോധന നല്ല ചോദ്യങ്ങളല്ല, നല്ല കണ്ണുകളാണ്. അവരുടെ ഫലത്തെ നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നല്ലതും ചീത്തയുമായ ഫലം കാണുന്നതിന് തിരുവെഴുത്ത് നമ്മെ സഹായിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിങ്ങനെയാണ് നല്ല ഫലം കാണുന്നത്. ചെന്നായ്ക്കൾ വേഷം മാറി വരുന്നതിനാൽ നാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞ വിശ്വാസികളെന്ന നിലയിൽ കൃപയും സത്യവും നിറഞ്ഞ യഥാർത്ഥ നല്ല ഇടയനെ നാം സേവിക്കുന്നു. ചിന്തിക്കുക, എപ്പോഴാണ് ആടിൻ്റെ വേഷമണിഞ്ഞ ചെന്നായെ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ആ അനുഭവത്തിന് ഫലത്തിനായി നോക്കുക എന്ന പരിശോധന പ്രയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ദൈവത്തിന് മഹത്വം.